പാർട്ടി നടത്തുന്ന പരിപാടിക്ക് താൻ പാടാൻ വന്നാണ്. പിന്നെ താൻ ജീവനോടെ പോവില്ല. 50,000 രൂപ പ്രതിഫലം മേടിച്ച് ചതിച്ചടാ. ആരോ പുറകിൽ നിന്ന് കളിക്കുന്നത് പോലെ. 50,000 രൂപയ്ക്ക് വേണ്ടി നീ ഞങ്ങളെ ചതിച്ചു കളഞ്ഞില്ലടാ നായേ. ജോലിയും തിരക്കൊക്കെ ആവുമ്പോ ഒന്ന് ഓർത്ത് വിഷമിക്കാൻ നമുക്കും വേണ്ടടാ ചില കാര്യങ്ങളൊക്കെ. ഒരുത്തനും ഒരു പുല്ലും ചെയ്യില്ല. വരുന്നുണ്ടോ? നീ കട്ടപ്പുറ ശശിയെ തല്ലി. രാഘവന്റെ ചതി അവസാനം ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല അല്ലേ? എങ്ങനെയായാലും എന്താ പ്രകാശ്, അടി കൊള്ളാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും നമ്മൾ ഒന്നിച്ചല്ലടാ. കുമാരന്റെ ചായക്കടയും ആർട്സ് ക്ലബ് ഒന്നും ഞങ്ങൾക്ക് ഇയാളെ പോലെ വിറ്റ് തുലയ്ക്കാനുള്ള വെറും കെട്ടിടമല്ല. പരിപാടിക്ക് വരാന്ന് സമ്മതിച്ചുകൊണ്ട് അയാൾ ഇവിടെ പേപ്പർ കാണിക്കാം. കൊണ്ടുവരാം കാശ്, ഞങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ 5 പേര് ഒന്നിച്ചു പരിശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. കാശുള്ളവന് മാത്രമുള്ളത് ഈ ലോകം. അതില്ലാത്തവന് ഇവിടെ എല്ലാം ബാധ്യതകളാണ്. മറ്റാരെങ്കിലും വരാനുണ്ടോ? ഇനി ആരും വരാനില്ല. പാട്ടും കൂത്തും തലയും കുത്തി നിറച്ച് അവനെ വഷളാക്കിയ നിങ്ങളാ. ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്താണ് ആ മനുഷ്യൻ. കച്ചവട കണ്ണോടുകൂടി മാത്രം ആളുകളെ കാണുന്നവർക്ക് ബന്ധങ്ങളുടെ ഒന്നും വില മനസ്സിലാവില്ല, സൗഹൃദത്തിന്റെ വില മനസ്സിലാവില്ല. പഴയ സുഹൃത്തിനെ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ വെറുപ്പോടെ മുഖം തിരിച്ച് കളയാതിരുന്നാ മതി. നിങ്ങൾ 5 പേരും ഒന്നിച്ചുള്ള ഒരു വേദി. നീരിൻ വഴി തഞ്ചാലകവാതിൽ നീ കാണാൻ ഈ നാട്ടുകാർ മുഴുവൻ, കൂട്ടത്തിൽ ഞാനും. ഇടനെഞ്ചിൻ തുടികളിൽ ഉണരും സ്വരമോ നീ. നമ്മൾ ഒരുമിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ നാടറിയണം. പഴയ പോലെ നിങ്ങൾ 5 പേരെയും എനിക്ക് ഒരുമിച്ച് കാണണം. എന്ന്